ഈ വിജയിക്കണമെന്നുള്ള തോന്നല് യഥാർത്ഥത്തിൽ അത് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരണം. ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഈ ഇൻസ്പിറേഷൻ ആവുക. മറ്റുള്ളവരുടെ പ്രകടനം കണ്ട് ഇൻസ്പിറേഷൻ ആവുന്നവരുണ്ട്, മറ്റുള്ളവർ വിജയിക്കുന്നതുകൊണ്ട് അതിനോട് മോട്ടിവേറ്റഡ് ആവുന്നവരുണ്ട്, അങ്ങനെയൊക്കെയുണ്ട്. എന്നിരുന്നാൽ അവനവൻ്റെ ഉള്ളിൽ നിന്നൊരു സെൽഫ് മോട്ടിവേഷൻ കയറി വന്നില്ലെങ്കിൽ നമുക്ക് വിജയിക്കാൻ പാടാം. അതിനൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ജോണിൻ്റെ കഥ പറയാം. ജോണിൻ്റെ കഥയല്ല, ഒരു സംഭവം തന്നെയാണ്. ഈ ജോൺ സ്കൂളിലെ ഒരു ഫുട്ബോൾ കളിക്കാരനാണ്. എന്ന് കരുതി അത്ര വലിയ നല്ല കളിക്കാരനൊന്നുമല്ല കേട്ടോ, ഒരുമാതിരി നല്ല കളിക്കാരൻ, ആവറേജ് കളി. അപ്പോൾ എല്ലാ ദിവസവും വൈകുന്നേരം ആ സ്കൂളിൽ ഈ ഫുട്ബോൾ പ്രാക്ടീസ് ഉണ്ട്. അപ്പോൾ ഇവൻ്റെ അച്ഛൻ്റെ കൈയും പിടിച്ച് അവൻ എല്ലാ ദിവസവും വരും. അച്ഛൻ ആ സിമെൻറ്റ് ബെഞ്ചിലിരിക്കും, ഇവൻ കളിക്കും. കളി കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ഇവൻ അച്ഛനോട് പറയും, അച്ഛാ അങ്ങനെ ഞാൻ ചെയ്തു, അച്ഛാ ഇങ്ങനെ ചെയ്തു, അച്ഛാ ഞാനാണ് അച്ഛാ ഇന്ന് ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ചത്, ഞാനായിരുന്നു അടിപൊളിയായിട്ട് കളിച്ചത് എന്നൊക്കെ പറയുമ്പോഴും അച്ഛൻ ഇങ്ങനെ അവൻ്റെ തലയിൽ തലോടിക്കൊണ്ട് പറയും, ആണോ അങ്ങനെയാണോ എന്നൊക്കെ ഇങ്ങനെ ജോണിനോട് ചോദിക്കും. അപ്പോൾ ജോൺ അങ്ങ് ഭയങ്കര ഹാപ്പിയാണ്. ഈ ആ വർഷമാണ് അവരുടെ സ്കൂളിൽ വെച്ചിട്ടായിരുന്നു ഈ ഇന്റർ സ്കൂൾ കോമ്പറ്റീഷൻ നടക്കുന്നത് ഫുട്ബോളിൻ്റെ. അപ്പോൾ അവനും അതിനകത്ത് കളിക്കാനുണ്ട്, അവനും അതിൻ്റെ മെമ്പറാണ്. പക്ഷെ ഈ പ്രാക്ടീസൊക്കെ തുടങ്ങുന്ന സമയത്ത് കുറച്ച് ദിവസത്തേക്ക് ഇവൻ ആബ്സെൻ്റ് ആയിപ്പോയി. കളി ഫസ്റ്റ് റൗണ്ട് സെക്കൻഡ് റൗണ്ടൊക്കെ കഴിഞ്ഞ് ഇവർ ഫൈനലിൽ എത്തുകയും ചെയ്തു. അപ്പോൾ ഇവനതിൽ പങ്കെടുക്കാൻ പറ്റിയില്ല. ഒരു കളിയിൽ അവൻ കളിച്ചില്ല. ഈ ഫൈനലിൻ്റെ അന്ന് എല്ലാവരും കളിക്കളത്തിൽ ഇങ്ങനെ നിരനിരയായിട്ട് നിന്ന് ഇങ്ങനെ ചീഫ് ഗസ്റ്റ് വന്ന് ഷെയ്ക്കാൻ്റെ കൊടുത്ത് പറയുന്ന സമയത്ത് ഈ ജോൺ ഓടി വരുവാണ് ഗ്രൗണ്ടിൻ്റെ ഒരു മൂലയിൽ നിന്ന്. എന്നിട്ട് എനിക്കും കളിക്കണം എന്നും പറഞ്ഞുകൊണ്ടാണ് ഓടി വരുന്നത്. ഉടനെ PT സാറും എല്ലാവരും കൂടി അവനെ പിടിച്ചു മാറ്റാനൊക്കെ നോക്കി. പക്ഷെ ഇവൻ പറഞ്ഞത് എനിക്ക് കളിക്കണമെന്ന് പറഞ്ഞ് കുതറി മാറി വരും. ഉടനെ ചീഫ് ഗസ്റ്റ് ചോദിച്ചു, ആരാ എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. പറഞ്ഞു, ഇത് ഞങ്ങളുടെ തന്നെ സ്കൂളിലെ ജോൺ എന്ന് പറയുന്ന പയ്യനാണ്. അവൻ ഈ ടീമിലുള്ളതാണ്, പക്ഷേ കുറച്ച് നാളായിട്ട് പ്രാക്ടീസിനൊന്നും വരാതിരുന്നതുകൊണ്ട് അവൻ ഞങ്ങൾ ഇപ്പോൾ ഈ കളിയിൽ വേറെ ആളെ എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ജോൺ ഇപ്പോൾ കളിക്കണമെന്ന് പറഞ്ഞു വന്നേക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. ജോൺ പറഞ്ഞു, എനിക്ക് എന്തായാലും കളിച്ചേ പറ്റുള്ളൂ, എനിക്ക് ഇന്ന് കളിക്കണം എന്നും പറഞ്ഞു ഭയങ്കര ഈ ഒരുമാതിരി അവസ്ഥയിൽ, ഭ്രാന്തമായ അവസ്ഥയിൽ നിൽക്കുകയാണ്. ഉടനെ ചീഫ് ഗസ്റ്റ് പറഞ്ഞു, എന്നൊരു കാര്യം ചെയ്യും, ഒരാളെ ഒന്ന് മാറ്റിയിട്ട് ഒരു സ്പെയർ ആക്കി വെച്ചിട്ട് ജോൺ ഒന്ന് ഇച്ചിരി നേരം കളിക്കട്ടെ. ജോൺ പറഞ്ഞു, എനിക്ക് ഫസ്റ്റ് ഹാഫ് മാത്രം കളിച്ചാൽ മതി എന്നൊക്കെ ജോൺ പറയുന്നുണ്ട്. ഉടനെ ചീഫ് ഗസ്റ്റ് പറഞ്ഞു, എന്നാൽ പിന്നെ ഒന്ന് അനുവദിച്ചു കൊടുക്ക് എന്ന് പറഞ്ഞിട്ട് ഒരാളെ മാറ്റി ഒരു ജേഴ്സിയും വാങ്ങി മറ്റേ ആളിട്ടിരുന്ന ജേഴ്സി ഊരി കൊടുത്ത് ഇവൻ കളിക്കാൻ ഇറങ്ങി. കളി തുടങ്ങി കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ കാണുന്നതൊരു അത്ഭുത പ്രവൃത്തിയാണ്. എന്താണെന്ന് വെച്ചാൽ